ശ്വേത മേനോൻ എന്ന വ്യക്തി തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞ നിമിഷം ജോയ് മാത്യു അടക്കം രാജിവെച്ചിട്ട് പോയി. പക്ഷെ അപ്പോഴും ജോയ് മാത്യു പറഞ്ഞ ശ്വേതയാണ് ശരിയെന്നാണ് ഇന്നലെ പറഞ്ഞത്. ആയിക്കോട്ടെ, പക്ഷെ എവിടെ പോയി ജോയ് മാത്യു എന്ന നട്ടലുള്ള പുരുഷൻ? എന്തിനാണ് ശ്വേത തിരിച്ചു വരുന്നത് ഇറങ്ങി പോയത്? രാജിവെക്കാതെ നിന്ന് ശ്വേതയുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാത്ത നെഞ്ചു വിരിച്ച് എവിടെ പോയി? അല്ലാതെ അമ്മ കുത്തഴിച്ച സമുദായം പറയുന്നത്. അതും പറയുന്നുണ്ട്. കുത്തഴിച്ചതാരാണ്? ഇദ്ദേഹം പറയുന്നത് അമ്മ കേന്ദ്രങ്ങൾ അവിടെ ഒരു പാർട്ടി നടത്തിയതാണ് കുറ്റം. പാർട്ടി നടത്തിയത് കുറ്റമാണ്. ആര് പറഞ്ഞു ഇവരുടെ പാർട്ടി നടത്താൻ? നമ്മൾ ആരുടെയും സൈഡല്ല പറയുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാനിവിടെ ന്യൂനപക്ഷമായി പോയി, എനിക്കൊന്നും പറ്റിയില്ല, അതൊക്കെ എന്ത് ന്യായമാണെന്ന്. കൊക്കു പരമേശ്വരൻ വൈസ് ചെയർമാൻ ആകുന്നതിന് മുമ്പ് അമ്മയിലെ അംഗമായ പ്രേംകുമാർ ചെയർമാനായും വൈസ് ചെയർമാനായും പിന്നെ ചലച്ചിത്ര അക്കാദമിയിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല. അവരെന്തോ ന്യായീകരിച്ചു. അവിടെ എന്തൊക്കെയോ എന്തോ പിന്നെ ഫെസ്റ്റിവലിന് ഇങ്ങനെ ഒരു ഡിന്നർ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ മലയാള സിനിമയ്ക്ക് എന്തൊക്കെയോ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെഫ്ക എല്ലാ സംഘടനയും ചെയ്യുന്നത്. പരിഹാരം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പരിഹാരം എന്താണ്? ശരിക്കും തൽക്കാലം ഇതിനകത്ത് പരിഹാരം ഇത് റിസീവർ ഭരണത്തിലേക്ക് പോകുമെന്നൊക്കെ ഭീഷണി മുടക്കിക്കൊണ്ട് ചില യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് മുടങ്ങരുത്. എത്രയും പെട്ടെന്ന് ചെറുപ്പക്കാരായ കുട്ടികൾ, ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരായ കുട്ടികൾ ഇലക്ഷന് നിൽക്കണം, അവര് വരണം. ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ശ്രീ സുരേഷ് ഗോപി എന്നിവർ അവരുടെ രക്ഷാധികാരികളായി ഇരുന്നുകൊണ്ട് ഈ സംഘടനയെ ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറഞ്ഞത്. ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അതാണ്. ചെറുപ്പക്കാർ വരണം. അവരാരും അല്ല, ഞങ്ങൾക്ക് അത് അവർക്ക് ഇലക്ഷൻ നിൽക്കാൻ മതി. അവര് വേണമെങ്കിൽ അടുത്ത തവണ വന്ന് ഇലക്ഷൻ ഒന്ന് അവര് മത്സരിച്ച് ജയിക്കട്ടെ. ആരും പറയുന്നില്ല ശ്വേത ഇനി അവിടെ വരരുത്, പ്രാഥമിക അംഗത്വമൊന്നും രാജിവെക്കാൻ ഞങ്ങൾ അനുഭവമില്ല. BJP-യുടെ 2 കോടി രൂപ വഞ്ചുന്ന ഒരു ആരോപണമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ബാബുരാജ്. ഒറ്റ ഓട്ടം. അതെന്തിനാണ്? ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്തിനാണ് ഇതാരെ ഒന്നും ഞങ്ങൾ കണ്ടുപോലില്ല. ഓടുന്ന കണ്ടിട്ടാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നത്. ഒരുപാട് ബഹളം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അടി. അപ്പൊ അതിനിടയ്ക്ക് ഇത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ജനറൽ ബോഡി ഇവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ കണക്ക് ചോദിക്കൂ, ആ പൈസ എവിടെ പോയി, ഈ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരത്തി ഇറങ്ങി ഒറ്റ ഓട്ടം. അവിടെ വരെ പോയി ആരോ പറഞ്ഞു തിരിച്ചു വിളിച്ചോണ്ട് വന്നു. അങ്ങനെ അവരെ ആക്ഷേപിക്കരുതായിരുന്നു. അതൊക്കെ വളരെ സങ്കടകരമായ കാഴ്ചയാണ്. അതൊക്കെ ഇതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ബാബുരാജിനെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് ബാബുരാജിന്റെ കാലത്ത് കണക്കിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു. അത് ബാബുരാജ് കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ സമയത്ത് അവിടെ ഓഫീസ് സ്റ്റാഫായിരുന്ന അപ്പു എന്നൊരു സ്റ്റാഫ് ഉണ്ട്. അയാൾക്ക് ശമ്പളം കൊടുക്കാനുണ്ട്. അയാളെ കുറെ കണക്ക് കൊടുത്തിട്ടില്ല. അയാൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. ഈ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ കണക്ക് കൊണ്ട് ക്ലിയർ ചെയ്യും. അത് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ അവരത് കൊടുക്കാൻ തയ്യാറില്ല. ഇവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ബാബുരാജിനെ നോട്ടീസ് അയച്ചു പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ബാബുരാജിനോട് കണക്ക് വയ്ക്കാൻ നോട്ടീസ് അയച്ചോ? ഇല്ല. നിങ്ങൾ പിന്നെ അപ്പുവിന് ശമ്പളം കൊടുത്തോ? ഇല്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ ഒരു റെഡ്ടേപ്പിസവും ഒന്നും നടന്നില്ല എന്നുള്ള ഉത്തരവാണ്. മനസ്സിലായില്ലേ? ഈ പിടിപ്പ് കേട്, ജോയ് മാത്യുവിന്റെ തന്നെ വാക്കിൽ പറഞ്ഞാൽ പിടിപ്പ് കേട്, കഴിവില്ലായ്മ, ഈഗോ, തമ്മിൽ കുത്ത്, ഇത് ചെടിവാരിയറിയൽ, ഇതിനൊന്നും അല്ലല്ലോ നമ്മൾ അവിടെ ഇരുത്തിയിരുന്നത്. വ്യക്തിപരമായി ഒരാളെ കാണുമ്പോൾ തന്നെ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവരിങ്ങനെയാണ്. നമ്മൾ കണക്ക് വയ്ക്കുമ്പോൾ പറയും ഈ സ്ത്രീ വളരെ മോശമാണ്. അങ്ങനെ അതെന്താണത് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും അല്ല ഒരു പ്രസിഡന്റ് പെരുമാറേണ്ടത്. വളരെ അപക്വമായിട്ടാണ് ഇറങ്ങി ഓടിയതും രാജിവെക്കുന്നതെന്ന് പറഞ്ഞതും. പക്വതയുള്ള ഒരു പ്രസിഡന്റിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്വേതയിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് പ്രതീക്ഷിച്ചത്. കുറച്ചു മുമ്പ് ഞങ്ങൾ 4 പേര് കഴിഞ്ഞ ഭരണസമിതി ആക്രമിക്കപ്പെട്ട 4 സ്ത്രീകളാണ്. പലതരത്തിൽ ഞാനാണെങ്കിൽ CCTV വിഷ്വൽ മോട്ടിച്ചു കൊടുക്കുന്നത് ജനറൽ സെക്രട്ടറി പ്രസിഡന്റിനും കൂടെ പറയുന്നു. ശ്വേത മേനോനും കുക്കു പരമേശ്വരനും കൂടെ ഒരു ഓഡിയോ എനിക്ക് ഇത്രയും നിയമപരമായ പരിജ്ഞാനമൊന്നും ഇല്ല സൈ. നോക്കൂ എന്താണ് പറയുന്നത്. CCTV വിഷ്വൽ ഞാൻ അമ്മ സെക്രട്ടറി മോട്ടിച്ചു കൊടുക്കുക. എനിക്ക് തലയ്ക്ക് സുഖമില്ല. എന്താ പറയുന്നത്? ഐ ഗേവ് ടു മാല, ഷീ ആസ്ക്ഡ് എന്ന്. എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു അത് പേഴ്സണൽ ഫോണിലെ ഒരു മെസ്സേജ് ആണ്. നമ്മുടെയൊക്കെ ഫോണിലെ പേഴ്സണൽ ഫോണിൽ നിന്ന് മെസ്സേജ് ലീക്ക് ആകുക എന്നല്ല, ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കാന്നാണ്. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഈ ഈഗോ ക്ലാഷ് ഉള്ള ശ്വേതയും കുക്കും ഇപ്പൊ എങ്ങനെയാണ് ഒത്തൊരുമിച്ച് എങ്ങനെയാണ്? ഭയങ്കര ആട്ടി ജഗരയാണ്. ഇവര് തമ്മിലുള്ള ഈഗോ ആണോ ഇതിന്റെയൊക്കെ തുടക്കം പ്രശ്നം? തീർച്ചയായിട്ടും ഇവർ തമ്മിലൊരു അച്ചക്കമില്ല, പിന്നെ പരസ്പര വിശ്വാസമില്ല, പരസ്പര സ്നേഹമില്ല. ഈ
അൻസി പൊടിച്ച് ബാക്കി 16 പേർക്കും പരസ്പര വിശ്വാസവും സ്നേഹവും ഒന്നുമില്ല. അച്ചടക്കം 7 അയലത്തൂടെ പോയിട്ടില്ല. കാരണം ഞങ്ങൾ അശ്ലീലം പറഞ്ഞെന്ന് പറഞ്ഞ വുമൺ കാർഡ് കളിക്കയില്ല എന്ന് പറഞ്ഞതിന് എങ്ങനെയാണ് ഞാനും മാലാപാർവതി അശ്ലീലം പറയുന്നത്? ഞങ്ങളത് പറഞ്ഞിരുന്നു. ഞങ്ങളത് പറഞ്ഞു വുമൺ കാർഡ് കളിക്കല്ലേ, കണക്ക് കാണിക്കേ, വുമൺ കാർഡ് ഇവിടെ ജയിക്കാനാണ് അതൊക്കെ. പിന്നെ അത് മാത്രമല്ല എന്റെ ആയുസ് കുറയുന്നു. ശ്വേത മേനോൻ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, എന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ ഇട്ടുവെങ്കിൽ ഇപ്പൊ ശ്വേത ചേച്ചിയെ പോലെ തന്നെ അത് മീഡിയയിൽ വേണമെങ്കിൽ കൊടുക്കാം. എന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനത് ആ സമയത്ത് പറഞ്ഞു, ഇത് പറഞ്ഞാണ് അശ്ലീലമാണോ? പിന്നെ ഇതേമാതിരി തന്നെ ഫെബ്രുവരി 13 അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പില് ടിനി ടോം ചേട്ടൻ നീന കുറുപ്പ് ചേച്ചി അശ്ലീലമായ ചീത്ത, അറയ്ക്കുന്ന ചീത്ത, അത് കൈ മുഷ്ടി ചുട്ടിക്കൊണ്ട് അവർ അടിക്കുന്ന. ഞാനാണ് നീന ചേച്ചിയെ ബാക്കിൽ നിന്ന് പിടിച്ചു വലിച്ചത്. 2 നടന്മാര് ടിനി ചേട്ടനെയും പിടിച്ചു വലിക്കുകയായിരുന്നു. ഇത് നീന ചേച്ചി വളരെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്വേത ചേച്ചിയോട് പറഞ്ഞപ്പോ ശ്വേത ചേച്ചി എന്താ പറയുക, അശ്ലീലത്തിന്റെ ഇതാണ് അശ്ലീലം, അതിന് വിമൺ കാർഡ് ഇറക്കുന്ന ശ്വേത ചേച്ചി എന്തുകൊണ്ട് നീന ചേച്ചിക്കും അൻസബെ പോലെയുള്ള സ്ത്രീക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാതെ ടിനി ടോമിന് എന്തിനാണ് സപ്പോർട്ട് കൊടുത്തത്? അത് പല പ്രാവശ്യം നീന ചേച്ചി ട്രോമയിൽ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ജനറൽ ബോഡി എടുത്ത തീരുമാനപ്രകാരം അഡ്വോക്കേറ്റ് സമിതി ഒന്നും പറയുന്നു, അതിന്റെ നിയമസാധുത എന്തെന്ന് കോടതി തീരുമാനിക്കും. പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ ഭരണസമിതിയിൽപ്പെട്ട 5 പേരൊഴികെ ബാക്കി എല്ലാവരും തുടരുകയാണ്.